ഗ്യാസ് ലൈറ്റിംഗ് സൈക്കോളജി ഫീൽഡിലുള്ള നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. പക്ഷേ ബീങ് എ തെറപ്പിസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ അടുത്ത് ക്ലയന്റ് വരുന്നത് ഞാൻ കാരണം എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ അറൗണ്ട് ഉള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഞാൻ ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ ക്ലയൻസ് നമ്മളോട് പറയും. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ സംസാരിച്ച് നോക്കുമ്പോഴായിരിക്കും ഇവരുടെ ലൈഫിൽ ഒരു മാനിപ്പുലേറ്റർ ഉണ്ടാവും. അവരിവരോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഭയങ്കര മോശമാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു പ്രോസസ്സാണ് ബേസിക്കലി ഗ്യാസ് ലൈറ്റിംഗ്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കേണ്ടതും എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, അതെങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റിയും അതിൻ്റെ മെന്റൽ ആൻഡ് ഇമോഷണൽ എഫക്ട്സിനെയും പറ്റിയാണ്. ഐ ആം അഷിത നവാദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്? ബേസിക്കലി അതൊരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ്. അതായത് നമ്മളെ ഒരാൾ റോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അയാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അയാളെ അത് കൺഫ്രണ്ട് ചെയ്യിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞ് ഞാൻ കാരണമല്ല, നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, ഞാൻ അങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നീയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്ത് നമ്മളെ തന്നെ നമ്മുടെ മെമ്മറിയും സാനിറ്റിയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്യാസ് ലൈറ്റിംഗ്. പലപ്പോഴും ഗ്യാസ് ലൈറ്റിംഗ് കണ്ടുവരുന്നത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിലും എല്ലാം കൂടുതലായിട്ടും ഗ്യാസ് ലൈറ്റിംഗ് കണ്ടുവരുന്നത്. ആൻഡ് ഗ്യാസ് ലൈറ്റിങ്ങിന് പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഡിസ്ബിലീഫ്. ഈ നമ്മൾ വിക്റ്റിമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് വിക്റ്റിമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ക്ലയന്റിന്റെ അബ്യൂസർ, അയാളുടെ അറൗണ്ട് ഉള്ള ആള് ഇവരോട് പറയാണ് നീയാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം എന്ന് പറയുമ്പോൾ ആദ്യം ക്ലയന്റിന് ഉണ്ടാവാൻ പോകുന്നത് ഒരു ഡിസ്ബിലീഫ് ആയിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തേ, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഡിസ്ബിലീഫാണ് ആദ്യത്തെ സ്റ്റേജ്. അതിനുശേഷം ക്ലയന്റിന് ഉണ്ടാവാൻ പോകുന്ന ഒരു സ്റ്റേജാണ് ഡിഫെൻസ്. അവർ പിന്നീട് കുറച്ച് ഡിഫെൻഡ് ചെയ്യാൻ നോക്കും, അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. പക്ഷേ ഗ്യാസ് ലൈറ്ററിന്റെ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് കാരണം ഈ ഡിഫെൻസ് എവിടെ എത്താൻ പോകുന്നില്ല. അടുത്തൊരു സ്റ്റേജാണ് ഡിപ്രഷൻ. നമ്മുടെ ഡിഫെൻസ് എവിടെ എത്തുന്നില്ല, നമ്മുടെ ഡിസ്ബിലീഫ് മാറി, ഓക്കെ ഞാനാണ് പ്രശ്നം എന്നുള്ള സ്റ്റേജിലേക്ക് ക്ലയന്റ് എത്തിക്കഴിയുമ്പോഴാണ് അവർ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുന്നതും ദർ ഈസ് സംതിങ് റോങ് വിത്ത് മീ എന്നുള്ള തോട്ട് കാരണം അവർ സെഷൻസിലേക്കൊക്കെ വരുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിലുമാണ്. പലപ്പോഴും നമ്മുടെ അടുത്ത് കപ്പിൾ സെഷന് വരുന്ന പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ പല സിറ്റുവേഷൻസിലും ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ ഒരു പബ്ലിക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സിനാരിയോയിൽ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ഗ്യാസ് ലൈറ്റർ പറയുന്നത് ഇതായിരിക്കും: ഞാനൊരു തമാശയല്ലേ പറഞ്ഞത്, നിനക്കൊരു തമാശ എടുക്കാൻ അല്ലേലും അറിയില്ല, എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നിനക്ക് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഇയാളത് ഡിനേ ചെയ്യാൻ മാത്രമല്ല ചെയ്യുക, ബ്ലെയിം നേരെ ഈ വിക്ടിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലപ്പോഴും വർക്ക് പ്ലേസിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ മിസ്റ്റേക്സ് നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളത്. ക്ലയൻസ് എപ്പോഴും നമ്മുടെ അടുത്ത് സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ബോസിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയാൾ ചെയ്യുന്ന തെറ്റുകൾ വരെ എൻ്റേതാക്കി മാറ്റിയിട്ട് എൻ്റെ പ്രൊമോഷൻസ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഹൈക്ക് ഹോൾഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് ക്ലയൻസ് പലപ്പോഴും നമ്മുടെ അടുത്ത് തെറപ്പിയിൽ പറയാറുണ്ട്. ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്ലയന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഒരു തെറപ്പിസ്റ്റ് എടുക്കേണ്ട കുറച്ച് പ്രാക്ടിക്കൽ അപ്രോച്ചസിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് വാലിഡേറ്റ് ചെയ്യുക, എക്സ്റ്റേണലൈസ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്ന വാലിഡേഷൻ ഈ ഒരു ഗ്യാസ് ലൈറ്ററിന്റെ അബ്യൂസിൽ നിന്ന് ഓവർകം ചെയ്യാൻ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളാണ് പ്രശ്നം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി, ആൻഡ് ഐ കംപ്ലീറ്റ്ലി വാലിഡേറ്റ് ആൻഡ് ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇമോഷൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഓൾസോ ഇതിനെ എക്സ്റ്റേണലൈസ് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ഒരു മോശം മനുഷ്യനായതുകൊണ്ടല്ല, വേറൊരാൾ കോൺസ്റ്റന്റ്ലി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കാര്യം ഇട്ട് തന്നിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജിയാണ് ഹെൽപ്പ് ദം നെയിം ഇറ്റ് എന്നുള്ളത്.
നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. നിങ്ങളുടെ അറൗണ്ട് ഉള്ള ഒരാൾ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നെക്സ്റ്റ് ടൈം ഗ്യാസ് ലൈറ്റർ അത് ചെയ്യുമ്പോൾ ക്ലയൻസിന് സ്വന്തമായിട്ട് മനസ്സിലാക്കാനും അത് നെയിം ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു അവയർനെസ് തന്നെ ക്ലയൻസിനെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബൗണ്ടറി സെറ്റിംഗ്. ഒരു ഗ്യാസ് ലൈറ്ററായിട്ട് കൃത്യമായിട്ട് ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ ക്ലയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അവരായിട്ട് കൂടുതൽ ആർഗ്യുമെന്റ്സിലേക്ക് പോയി ക്ലയന്റിന്റെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്യാസ് ലൈറ്ററായിട്ട് നല്ല രീതിയിൽ ഫേം ആൻഡ് സ്റ്റിഫ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്താൽ തന്നെ അയാൾക്ക് ക്ലയന്റിനോടുള്ള ആക്സസ് കുറയുകയും അതുവഴി ക്ലയന്റിന് അവർ ഭയങ്കര മോശമാണ് എന്നുള്ള തോട്ട്സ് കുറയ്ക്കാനും പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഗ്യാസ് ലൈറ്ററിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ക്ലയന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്. അതിൽ ഒന്നാമത്തേതാണ് ഡു നോട്ട് എൻഗേജ് ഇൻ ആർഗ്യുമെന്റ് വിത്ത് എ ഗ്യാസ് ലൈറ്റർ. അതായത് ഒരു ഗ്യാസ് ലൈറ്ററിനെ നമുക്ക് ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്ത് നിർത്താൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിൽ നമ്മൾ നിന്നു കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അവർക്ക് ക്ലയൻസിനെ ഒരുപാട് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ടാവും. പക്ഷെ ഇതിനൊന്നും ഞാൻ അവൈലബിൾ അല്ല, എനിക്ക് ഈ ആർഗ്യുമെന്റിൽ ഇപ്പൊ എൻഗേജ് ആവാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ആ ഗ്യാസ് ലൈറ്ററിനെ കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളത് നമ്മൾ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കണം. പിന്നുള്ളൊരു കാര്യമാണ് അവരെ തന്നെ ഡൗട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് ട്രസ്റ്റ് ഉള്ള ഒരു ഫ്രണ്ടിനോടോ ഫാമിലി മെമ്പറിനോടോ സംസാരിക്കുക എന്നുള്ളത്, അവരുടെ ഒപ്പീനിയൻ സീക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് എൻ്റെ അടുത്ത് ഇയാൾ പറയുന്നത് ഞാനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, ഇതാണ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ടിനോടോ ഫാമിലി മെമ്പറിനോടോ സംസാരിക്കുക എന്നുള്ളത്. അടുത്തൊരു കാര്യമാണ് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്യാസ് ലൈറ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ലൈഫിലെ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഒക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വയ്ക്കുക. അതായത് പലപ്പോഴും ഗ്യാസ് ലൈറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, അന്ന് വഴക്കുണ്ടായപ്പോൾ നീ അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ആ ഇൻസിഡന്റിൽ നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് സംസാരിച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മാനിപ്പുലേഷനിൽ വീഴാണ്ടിരിക്കാനും നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഗ്യാസ് ലൈറ്റിംഗ് വളരെ ചെറിയൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ അയാളുടെ ക്യാരക്ടറിനെയും അയാളുടെ പേഴ്സണാലിറ്റിനെയും വരെ ക്വസ്റ്റ്യൻ ചെയ്ത് പോകാൻ ചാൻസ് ഉള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അബ്യൂസ് ആണ് ഗ്യാസ് ലൈറ്റിംഗ്. ഒരു തെറപ്പിസ്റ്റ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ടതും അത് സ്പോട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതും അതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ക്ലയൻസിന് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഓൾസോ നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീഡ്ബാക്സ് കമന്റ് ബോക്സിലും മെൻഷൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.